വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം 6ാം ദിനവും തുടരുകയാണ്. ആന കാട്ടിക്കുളം പനവല്ലി റോഡ് മാനുവയൽ പ്രദേശത്തെ വനത്തിലെന്ന് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ട്രാക്കിംഗ് ടീം വനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. വനത്തിലെ പുലിയുടെ സാന്നിധ്യം ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നു. ഇന്നലെ 2 തവണ സംഘം പുലിയുടെ മുന്നിലും പെട്ടു. വയനാട്ടിൽ നിന്ന് മുബഷിർ പി അക്ബർ ചേരുന്നു. മുബഷിർ പി അക്ബർ, ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ദൗത്യ സംഘം നേരിടുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ നമുക്കറിയാം ഈ ഒരു ആനയുടെ കൂടെയുണ്ടായിരുന്ന വേലൂർ മഗ്നയുടെ കൂടെയുണ്ടായിരുന്ന മോഴയാന ഇത്തരത്തിൽ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കാൻ ശ്രമിച്ച സാഹചര്യം ഉൾപ്പെടെയുണ്ടായിരുന്നു. ഇത് ദൗത്യത്തിൽ പ്രധാനമായും തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് വനപാലകർ വ്യക്തമാക്കുന്നത്. നേരത്തെ സംഭവം നടന്ന 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ദൗത്യത്തിന്റെ 5ാം ദിനം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലും ആന ഇത്തരത്തിൽ മുൾച്ചെടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നതാണ് ദൗത്യത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടിയായി മാറുന്നത്. വനത്തിലൂടെ അതിവേഗത്തിലാണ് വേലൂർ മഗ്ന സഞ്ചരിക്കുന്നത്. ബേലൂരിലെ കാപ്പിത്തോട്ടങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന ആ രീതി തന്നെയാണ് തോൽപ്പെട്ടി വനമേഖലകളിലും ഈ ഒരു ആന ഇവിടെയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുടി വെക്കുന്നതിന് ഇവയൊക്കെ തന്നെ തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് വനപാലകരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിനിഞ്ഞാന്നായിരുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ആനയോടൊപ്പം മറ്റൊരു മോഴയാനയും കാണപ്പെട്ടത്. എന്തായാലും ബാവലി ഈ ഒരു മേഖലകളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. കാട്ടിക്കുളം ഭാഗത്താണ് ഇന്ന് രാവിലെ പുലർച്ചെ 5:30 റേഡിയോ കോളിൽ നിന്നും ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാക്കിംഗ് സംഘം ഈ ഒരു വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മയക്കുവെടി സംഘവും അതിന് പിന്നാലെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. ഈ ഒരു മേഖലയിലെ ജനങ്ങളോടൊക്കെ തന്നെ ജാഗ്രത പാലിക്കാനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ദൗത്യം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും ആനയെ തുരത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. ദൗത്യത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും അവയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് തന്നെ ആനയെ പിടികൂടാൻ സാധിക്കുമെന്ന് ഓരോ ദിവസവും നാട്ടുകാരോട് പറയുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. ദൗത്യസംഘം കടുത്ത പരിശ്രമത്തിലാണ്. പക്ഷേ കൂടെയുള്ള മോഴയാൻ അക്രമകാരിയാണ്. ഇന്നലെ 2 പുലികളും ദൗത്യസംഘത്തെ ആക്രമിക്കാനെത്തി. അപ്പോൾ അവരുടെ നിന്നെല്ലാം ദൗത്യസംഘം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയുണ്ട് വയനാട്ടിൽ. ദൗത്യസംഘത്തിന് തുടർച്ചയായ 5ാം ദിവസവും ദൗത്യസംഘത്തിന്റെ ബേലൂർ മഗ്ന മിഷൻ തുടരുകയാണ്. ഇന്നും എന്തെങ്കിലും നടക്കുമോ എന്നതാണ്. നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മുബഷിർ പി അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത്.